സോ നെക്സ്റ്റ് നമുക്ക് ഇക്വലൻസ് തിയറം ഓഫ് NFA ആൻഡ് DFA ആണ് നോക്കാനുള്ളത് കേട്ടോ. ഇക്വലൻസ് തിയറം ഓഫ് NFA and DFA. It means if an NFA is existing, then a corresponding DFA is there. അല്ലെങ്കിൽ എന്താണ്, ഒരു NFA നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു DFA നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഈ തിയറം വെച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇക്വലൻസ് തിയറം ഓഫ് NFA and DFA. So first it comes the definition. For every NFA M, there exists an equivalent DFA M dash which simulates the behavior of M. കണ്ടോ, അപ്പോൾ എവരി NFA, എല്ലാ NFAക്കും. So the NFA is represented by M. For the tuples of NFA, we are not using the dash operator. Okay. And for the tuples of DFA, or the terminologies for the DFA, it's represented by dash operator. Okay, so for every NFA M, here the NFA is considered as the machine M, there exists an equivalent DFA M dash. There will be a corresponding DFA M dash which simulates the behavior of M. And how this M dash will behave? It will simulate the behavior of M. Simulate എന്ന് വെച്ചാൽ അതിനെപ്പോലെ തന്നെ ആക്ട് ചെയ്യും, എമ്മിനെ പോലെ തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇക്വലൻസിലും അതിൻ്റെ കാഴ്ചയിലുള്ള ആ ഒരു ഇക്വലൻസ് അല്ല നമ്മൾ പറയുന്നത്. നെവർ ദ DFA will looks the same as that of NFA. In the appearance, these two automators will be different. Okay, but the similarity will comes in the behavior, or we can say that the DFA will simulates the behavior of the given NFA. Okay, so this is one definition. Then the same thing can be defined in another way also, that is, if L is the language accepted by an NFA, there exists a DFA which also accepts L. If L is the language accepted by an NFA, there exists a DFA which also accepts L. That is the second point. If I am having a language L എന്ന് പറയുമ്പോൾ എന്താ, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓട്ടോമേറ്റനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ അല്ലേ. സോ ഇഫ് L is the language accepted by an NFA, there exists a DFA which also accepts the L. NFA അക്സെപ്റ്റ് ചെയ്യുന്നൊരു L എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ സെയിം L വെച്ച് നമുക്ക് ഒരു DFAനെയും കൊണ്ടും അക്സെപ്റ്റ് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് ഐ വിൽ റൈറ്റ് വൺ എക്സാമ്പിൾ. ദാറ്റ് ഈസ് സപ്പോസിങ് ഇഫ് ഐ എം ഹാവിങ് an NFA with L, what if I am saying L is starts with 0 1, starts with 0 1, where sigma is equal to 0, എന്തെങ്കിലും ഒരു ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഈ ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് എങ്ങനെ, വെർബിലേ കൊടുത്തേക്കുന്നത് അല്ലേ, സ്റ്റാർട്ട്സ് വിത്ത് 0 1 അല്ലേ. ഇത് തന്നെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെയും കൊടുക്കാം, മാത്തമാറ്റിക്കലായിട്ടും കൊടുക്കാം. L is equal to അല്ലേ, ഞാൻ എഴുതുന്ന എല്ലാ സ്ട്രിങ്ങുകളും 0 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന എന്താ, 0 1 കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും വരാം അല്ലേ, 0 1 കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും വരാം. എനിവേ ഇവിടെ നമ്മുടെ ലാംഗ്വേജിൻ്റെ കണ്ടീഷൻ എന്താണ്, സ്റ്റാർട്ട്സ് വിത്ത് 0 1. ഓക്കെ, സോ ഇഫ് ഐ എം ഹാവിങ് an NFA വിത്ത് ദിസ് ലാംഗ്വേജ്, then I can create, or there exists a DFA which will accept this same language. ഈ സെയിം ലാംഗ്വേജ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFAയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിലും നല്ലത് എന്താണെന്നറിയോ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, നമ്മളത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതാണ് NFA. ഇഫ് ദർ ഇസ് an NFA with this language is available, then a corresponding DFA is there. അവിടെ ഒരു DFA എക്സിസ്റ്റിംഗ് ആണ്.
ഓക്കെ, നമ്മൾ ജസ്റ്റ് അതിനെ ഡിസ്കവർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തിയറം അനുസരിച്ച് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് definition. If L is the language accepted by an NFA, then there exists a DFA which also accepts L. Okay, or what we can say, NFAs and DFAs are equivalent. അടുത്ത ഡെഫിനിഷൻ അല്ലേ, വേറൊരു രീതിയിൽ പറഞ്ഞേക്കുവാണ്. സത്യത്തിൽ ഈ NFAയും DFAയും എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടിനും അതിൻ്റെ ബിഹേവിയറിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. നല്ല സിമിലാരിറ്റി എന്നല്ല, മൊത്തത്തിൽ സിമിലാരിറ്റി ഉണ്ട് അതിൻ്റെ ബിഹേവിയറിൽ. ഓക്കെ, സോ NFAs ആൻഡ് DFAs ആർ equivalent. They will be having a match in their behavior. Both will behave exactly the same. Okay, then next definition, any NFA can be converted into its equivalent DFA. അതാണ് അടുത്തൊരു കാര്യം. ഈ സെയിം കാര്യം തന്നെ നമ്മൾ പല രീതിയിൽ പറയുന്നു എന്നുള്ളൂ. ഓക്കെ, സോ എനി NFA ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഇക്വലൻറ്റ് DFA. ഏത് NFA ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് DFA ആയിട്ട് സുഖമായിട്ട് അതിന് DFA ആയിട്ട് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ദ പ്രൂഫ്. ക്ലിയർ? സോ പ്രൂഫ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഓൾവേസ് വിൽ ബി ഹാവിങ് എ ടെൻഡൻസി ടു സേ ദാറ്റ് ഇഫ് ദർ ഇസ് എൻ NFA ദെൻ ദർ ഇസ് എ DFA, ഇഫ് ദർ ഇസ് എൻ NFA ദെൻ ദർ ഇസ് എ DFA. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഈ പ്രൂഫ് ഫുള്ള് ചെയ്യുന്നത്. ഒരു NFAയുടെ കാര്യം നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്താൽ ഓക്കെ, സെക്കൻഡ് പാർട്ടായിട്ട് ഒരു DFAയുടെ കാര്യം ചെയ്യാനുണ്ടാകും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? In both cases the result will be the same. Okay, so I will repeat, in the proof, for the first part, or in the first part we will define the concepts coming under NFA, and in the second part we will represent the terms or represents the concept coming under the DFA. Anyway, in these two parts we are trying to prove that the result for NFA will be equivalent to the result of the DFA. Always the result will looks the same. അതാണ് നമ്മൾ നോക്കേണ്ടത്. റിസൾട്ട് ഒരുപോലെ ഇരിക്കും രണ്ടിൻ്റെ. ഓക്കെ, സോ ലെറ്റ് us start the proof. Let M be the NFA accepting the language L. If I am having an NFA, ഏതോ ഒരു NFA എൻ്റെ കയ്യിലുണ്ട്, ഇന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടില്ല, because it is a proof, so we will prove it in a general manner. Okay, we are not saying this proof is applicable only for a specific string or for a specific language, for a specific NFA. അങ്ങനെ പറയുന്നില്ല. ഈ പറയുന്ന ഞാൻ ഈ പ്രൂവ് ചെയ്യാൻ പോകുന്ന തിയറം, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ എൻറ്റയർ NFAs ആൻഡ് DFAs. ഓക്കെ, so that's why we are representing it as generally. Okay, so let M be the NFA accepting the language L. M be the NFA accepting the language capital letter L. Then M can be defined by what? M is equal to Q sigma del Q0 F. It means the tuples of M. 5 tuples. Then we can convert it into equivalent DFA. How we can convert? We can convert it into equivalent DFA. So the DFA is represented by what? M dash. Okay, convert ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനതിനെ M എന്ന് വിളിക്കില്ല. Okay, so M dash is equal to Q dash sigma del dash Q0 dash F dash. ഓക്കെ, നമുക്ക് നിങ്ങൾ കൺവേർഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഇരിക്കില്ല. DFAയുടെ NFAയുടെ കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. വേറെ ആസ് സിഗ്മ മാത്രം രണ്ടുപേരുടെ എന്തായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ, സെയിം ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാത്തത്, സിഗ്മയ്ക്ക് മാത്രം ഡാഷ് ഇടുമോ ഡാഷ് ഇടാതിരിക്കുമോ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഇല്ല, രണ്ടിലും ഡാഷ് ഇല്ല. വേറെ ആസ് അതർ സ്റ്റേറ്റ്സ് ആർ ഹാവിങ് ഡാഷ്. ഓക്കെ, സോ അതാണ് ആ ഒരു ഡിഫറൻസ്. ദെൻ നൗ സി, ഇനി നമ്മൾ ഓരോന്നിനെ കമ്പയർ ചെയ്യുവാണ്. മീൻസ് Q dash, how it is related to Q in terms of Q. Okay, so listen, Q dash is equal to 2 raised to Q. Capital letter Q dash is equal to 2 raised to Q. അതായത് Q dash എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം DFAയുടെ സംഭവമാണ് അല്ലേ. അതേസമയം Q എന്ന് പറയുമ്പോൾ അത് NFAയുടെ കാര്യമാണ് പറയുന്നത്, നമുക്ക് അത്രയും ക്ലിയർ ആണ് അല്ലേ. ഇനി ഇവിടെ ഈ 2 dash is equal to 2 raised to Q എന്ന്
പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു വേണ്ടി നമുക്കൊരു കൺവേർഷൻ നോക്കാം. സീ ദിസ് കൺവേർഷൻ അല്ലേ? ഇതിൽ കണ്ടോ NFAയിലുള്ള സ്റ്റേറ്റുകൾ എന്ന് വെച്ചാൽ Q0, Q1, Q2. ഇനി ഇതിൻ്റെ ഒരു സ്റ്റേറ്റ് എടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ Q'=2^Qയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കി NFAയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ Q0 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ Q1 എന്ന് വെച്ചാൽ Q1 മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ നിങ്ങൾ DFAയിലേക്ക് നോക്കി ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ക്യൂകളുടെ ഒരു കളക്ഷൻ ഇല്ലേ? എന്ന് വെച്ചാൽ NFAയിലെ സ്റ്റേറ്റുകളുടെ ഒരു പവർ സെറ്റിൻ്റെ മെമ്പറല്ലേ ശരിക്കും ഈ DFAയിലെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ. ഇറ്റ് മീൻസ് NFAയിൽ Q1 എന്ന് വെച്ചാൽ Q1 മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ Q1. പക്ഷേ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ് NFAയിലെ രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ Q1 ആണെന്ന് നമുക്ക് പറയാം. വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് DFA സെക്കൻഡ് സ്റ്റേറ്റ് അല്ലേ? DFAയുടെ സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് Q0, Q1 ഒരു എലമെൻ്റായിട്ട് അവിടെ നിൽക്കുന്നില്ല അല്ലേ? Q0, Q1 ഇത് രണ്ടോടെ കൂടുന്നതാണ് എന്ത് DFAയുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് DFAയുടെ ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 2^Q. NFAയുടെ സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടാണ് 2^Q എന്ന് വെച്ചാൽ എന്താ ശരിക്കും പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പവർ സെറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ കുറേ എലമെൻറ്റ്സ് കൂടി വരും, ഒരു എലമെൻറ്റ് മാത്രം ആവണമെന്നില്ല. ഇനി ഒരു എലമെൻറ്റും വരാം കേട്ടോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൂടിപ്പോയാൽ കുറേ എലമെൻറ്റ്സും വരാം എന്നൊരർത്ഥം ഇവിടെ ഉണ്ട്, DFAയിലുണ്ട് അല്ലേ? പക്ഷേ NFAയിൽ അങ്ങനെയില്ല. ഓരോ സ്റ്റേറ്റ് എടുത്താലും അത് ഒരു സ്റ്റേറ്റായിട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ, അല്ലാതെ കുറേ സ്റ്റേറ്റുകളുടെ കൂട്ടായിരിക്കില്ല ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? സോ അതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഡിഫറൻസ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് NFA we can consider each state as okay Q0, Q1, Q2. While analyzing each state we can see ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് one state means okay it is a single state. Okay, a collection of or a group of state is not referred as a single state in the case of NFA. Then what about the case of DFA? It is something different, isn't it? In a single state itself we can see the summation of different state. കുറേ സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടമാണ് എന്ത് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഇനി ചില സ്റ്റേറ്റിൽ ഒറ്റയ്ക്കാട്ടോ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ Q0 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ചില സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് വരാം, പക്ഷേ ചില സ്റ്റേറ്റുകളിൽ കൂട്ടമായിട്ടും വരാം. ഓക്കെ, സോ അതാണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഇസ് ദ case. Okay, so Q' is equal to 2^Q. Q' is equal to 2^Q. Then വാട്ട് അബൌട്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് Q? നമ്മൾ ഈ ടപ്പിളിനെ ഓരോന്നിനെടുത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യലാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഈ ടപ്പിളിനെ ഓരോന്നിനെടുത്തിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കംസ് Q0'. Q0' മീൻസ് വാട്ട്? വി നോ Q0 മീൻസ് എന്താ, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഡാഷോടെ വന്നു കഴിയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് DFA. ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് DFA ഈസ് ഈക്വൽ ടു വാട്ട്? Q0 അല്ലേ? രണ്ടിൻ്റെയും ഇനീഷ്യൽ സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഓക്കെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ DFA ആണല്ലോ NFA ആണെങ്കിലും തുടങ്ങുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ഓക്കെ, സോ Q0' ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് DFA ഈസ് Q0' ഈസ് ഈക്വൽ ടു വാട്ട്? Q0. ഇവിടെ ഡാഷ് ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇത് ആരുടെയാണ് അപ്പോൾ? NFAയുടെ ആണ്. അപ്പോൾ ഈ NFAയുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയാണ് DFAയുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. പക്ഷേ DFAയിലേക്ക് വരയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ NFAയുടെ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യും? ഐ വിൽ പുട്ട് എ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. Okay, so it means the NFA's DFA state is similar to that of DFA initial state. Okay, so Q0' means initial state of DFA is equal to what? Q0. It means initial state of DFA, because we know that if you are not putting or if you are not including the dash operator, then that parameter is associated with NFA. So the initial state of DFA is equal to what? Initial state of NFA itself. But the only thing is that whenever we are writing in the DFA, we will enclose the term
within a pair of square bracket. Okay, so Q0 dash is equal to Q0. It means the initial state of DFA and NFA is the same. രണ്ടിൻ്റെയും initial state same ആണ്. Okay. Okay. Next, by definition, del dash Q0, Q1, etc. up to Qi, comma A is equal to del of Q0, Q1, etc. up to Qi, comma A is equal to del of Q0A union del of Q1A union del of etc. Qi A. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനായിട്ട്. ഇക്വേഷനൊക്കെ നമുക്ക് തിയറം പ്രൂവ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊക്കെ പല പല ഇക്വേഷൻസ് ആയിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ദ ഫസ്റ്റ് ഇക്വേഷൻ? നമ്മൾ സൂക്ഷിച്ച് നോക്കി. ഡെൽ ഡാഷ് ഓഫ് Q0, Q1 എക്സെട്ര അപ് ടു Qi, A അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആരുടെയാണ്? അത് DFAയുടെ അല്ലേ? വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് ക്ലിയർ ആണത് DFAയുടെ ഒരു സ്റ്റേറ്റ് ആണത് അല്ലേ? നമുക്കറിയാം DFAയുടെ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റുകളുടെ കൂട്ടം കാണാൻ പറ്റും അല്ലേ? കൺവേർഷൻ നമ്മളങ്ങനെ കണ്ടു അല്ലേ? സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കി. ഡെൽ ഡാഷ് ഓഫ് Q0, Q1 എക്സെട്ര അപ് ടു Qi, A അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ A എന്ന് പറയുന്നൊരു സിമ്പിൾ കൊടുക്കുവാണ്. A എന്ന് വെച്ചാൽ ജനറലി നമ്മൾ A എന്ന് പറഞ്ഞു എന്നുള്ളൂ. ആ എയുടെ സ്ഥാനത്ത് ആൽഫബറ്റ് A ആകാം, അല്ലെങ്കിൽ 0 ആകാം, 1 ആകാം, മലയാളം ലെറ്റർ ആകാം, E ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ആ A എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻപുട്ട് സിമ്പിൾ. ഒരു ഇൻപുട്ട് സിമ്പിൾ വന്നാൽ ഓക്കെ, ഫോർ ദ ഒക്കറൻസ് ഓഫ് എ സിംഗിൾ ഇൻപുട്ട് സിമ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡെൽ ഡാഷ് ഓഫ് Q0, Q1 എക്സെട്ര അപ് ടു Qi, A. ഓക്കെ, ഇങ്ങനൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് NFAയിലേക്ക് നോക്കും അല്ലേ? അതാണ് എഴുതിയേക്കുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ആൻസർ ഫോർ ഡെൽ ഡാഷ് ഓഫ് Q0, Q1, എക്സെട്ര അപ് ടു Qi, A, we will analyze the corresponding NFA. ഓക്കെ, ഈ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ തന്നെ ഒരു NFA ഉണ്ടോ എന്ന് നോക്കും. NFAയിൽ എന്താണ് ചെയ്തേക്കുന്നത് നോക്കും. എന്നിട്ട് ആ ആൻസർ തന്നെയാണ് നമ്മൾ DFAയിലേക്ക് എഴുതുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ തന്നെ വരുന്നൊരു NFA ഉണ്ടോ എന്ന് നോക്കും അല്ലേ? സോ ഡെൽ ഓഫ് Q0 NFAയുടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡാഷ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്? കേളി ബ്രാക്കറ്റിലാണ് ഇട്ടേക്കുന്നത്. സോ ഡെൽ ഓഫ് Q0, Q1, എക്സെട്ര അപ് ടു Qi, A. ഓക്കെ, അങ്ങനെ ഒരു NFA ഉണ്ടോ നോക്കും. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി Q0, Q1, എക്സെട്ര അപ് ടു Qi എന്ന് പറഞ്ഞിങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു സ്റ്റേറ്റ് NFAക്ക് ഇല്ല അല്ലേ? ഇൻപുട്ട് സിമ്പിൾ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കിടക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റ് എവിടെ ഇല്ല? ഇങ്ങനെ കൂടി പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് എവിടെ ഇല്ല? NFAയിൽ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? പക്ഷെ ഒറ്റയ്ക്ക് കിടക്കുന്ന സ്റ്റേറ്റുകളുണ്ട് അല്ലേ? These states are represented as independent way in the case of NFA. So in order to find an answer for this, what we can do? We will try to solve this del separately and we will find the union operation for each del അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇതിൻ്റെ യൂണിയൻ പെർഫോം ചെയ്യും അല്ലേ? സോ ഡെൽ ഓഫ് Q0, A ആദ്യം കാണും. അതുപോലെ ഡെൽ ഓഫ് Q1, A കാണും. ഡെൽ ഓഫ് എക്സെട്ര Qi, A എത്ര സ്റ്റേറ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഡെൽ A വെച്ച് കാണും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ യൂണിയൻ കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂണിയൻ ചെയ്യുമ്പോൾ എനിക്കെന്താണ്? ആ കിട്ടുന്ന റിസൾട്ടിനെ ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇടുവാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ചെയ്യുക എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റുകൾ കിട്ടി. അതായത് Q0യിൽ A വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, Q1ൽ A വന്നപ്പോൾ വേറൊരു കാര്യം സംഭവിച്ചു, സ്റ്റേറ്റുകൾ മാറി. അങ്ങനെ എനിക്ക് പുതിയ സ്റ്റേറ്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഉള്ള സ്റ്റേറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു? ലൂപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എനിവേ എനിക്ക് ഇക്വേഷൻ 1 ആയിട്ടൊരു കാര്യം എനിക്കിവിടെ കിട്ടി എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൺവേർഷനിലേക്ക് തന്നെ പോവാം. ഇവിടെ കണ്ടോ? ഇതുകൊണ്ടോ? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഇത് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് അല്ലേ? ഇവിടെ കണ്ടോ? ഡെൽ ഡാഷ് ഓഫ് Q0, Q1 അല്ലേ? അവിടെ നമ്മൾ ഡെൽ ഡാഷ് ഓഫ് P0, P1, എക്സെട്ര അപ് ടു Pi എന്ന് പറഞ്ഞില്ലേ? അത് എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും ആകാം. ഇവിടെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? രണ്ട് സ്റ്റേറ്റിൻ്റെ ഒരു കൂട്ടമാണ് ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇത് ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ വരച്ചായിരുന്നു അല്ലേ? Q0, Q1. അപ്പോൾ Q0, Q1ൽ A വന്നപ്പോൾ എന്ത് ചെയ്തു? Q0, Q1ൽ B വന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം ഇതിനകത്ത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തേക്കുവാന്ന് നോക്കി. ഇവിടെ കണ്ടോ? ഡെൽ ഡാഷ് ഓഫ് Q0, Q1,
എ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് NFA നോക്കി അല്ലേ, del ഓഫ് Q0, Q1, A. അപ്പോൾ നമുക്ക് മനസ്സിലായി NFAയിൽ അങ്ങനെ Q0, Q1 എന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. അങ്ങനെ കൂടി പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, Q0യിൽ A വന്നപ്പോൾ എന്ത് ചെയ്തു, Q1ൽ A വന്നപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ യൂണിയനാണ് നമ്മളതിൻ്റെ ആൻസറായിട്ട് എഴുതിയത് അല്ലേ. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ. Q0ൽ A വന്നപ്പോൾ എന്ത് ചെയ്തു, Q0 തന്നെ നിന്നു. Q1ൽ A വന്നപ്പോൾ എന്ത് ചെയ്തു, Q0യിലേക്ക് പോയി അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് Q0യിൽ Q0യിൽ A വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ. എന്താണ്, Q0 തന്നെ നിന്നു, Q1ലേക്കും പോയി. ഇനി Q1ൽ A വന്നപ്പോഴോ, Q1ൽ A വന്നപ്പോൾ Q0യിലേക്ക് പോയി അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ആൻസറാണത്. Q0യിൽ Q0യിൽ A വന്നപ്പോൾ അത് തന്നെ Q0യിൽ A വന്നപ്പോൾ Q0യിൽ A വന്നപ്പോൾ Q0യും ഉണ്ട്, Q1ഉം ഉണ്ട് അല്ലേ. യൂണിയൻ Q1ൽ A വന്നപ്പോൾ Q1ൽ അതവിടെ കേട്ടോ, ഇവിടെ Q1ൽ A ഇല്ല. 1 സെക്കൻഡ്, Q1ൽ A ഉണ്ട് കേട്ടോ, Q1ൽ A ഉണ്ട്. Q1ൽ A വന്നപ്പോൾ എന്ത് സംഭവിച്ചു, Q0യിലേക്ക് പോയി. അതായത് നമുക്കിവിടെ രണ്ട് സെറ്റ് ഓഫ് റിസൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. Q0യിൽ A വന്നപ്പോൾ എന്ത് സംഭവിച്ചു, Q1ൽ A വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിയനാണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ DFAയുടെ ഒരു സ്റ്റേറ്റിലെ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് NFA നോക്കുന്നു അല്ലേ. NFA നോക്കുമ്പോൾ അങ്ങനെ ഒന്നായിട്ട് കിടക്കുന്നൊരു സ്റ്റേറ്റ് നമ്മൾ കാണുന്നില്ല അല്ലേ. അങ്ങനെ ഒരു ഒന്നായിട്ട് കിടക്കുന്ന സ്റ്റേറ്റ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒന്നായിട്ട് കിടക്കുന്നില്ല, പക്ഷെ ഒറ്റയ്ക്ക് സ്റ്റേറ്റ്സ് കിടക്കുന്നുണ്ട് അല്ലേ. സോ വി വിൽ റീഡ് the input A or we will read the symbol A in each state. ഓരോ സ്റ്റേറ്റിലും നമ്മൾ ഈ സിമ്പിൾ എനെ റീഡ് ചെയ്തിട്ട് we will see what is the result. Then we will perform the union operation of that result. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഓരോ സ്റ്റേറ്റിലും A വന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ യൂണിയൻ പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ആൻസർ കിട്ടും. ക്ലിയർ. സോ ഈ കാര്യമാണ് നമ്മൾ ആ തിയറത്തിൽ ഈ ഒരു പോയിൻ്റായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, clear. By definition, del dash of Q0, Q1 etc. up to Qi, A is equal to del of Q0, Q1 etc. up to Qi, A is equal to del of Q0, A union del of Q1, A union del of Qi, A. Clear. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം, ഇപ്പോൾ Q0, Q1 യൂണിയൻ Q1 അല്ലേ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂണിയൻ ചെയ്യും അല്ലേ. അപ്പോൾ യൂണിയൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Q0, Q1, Q1. ഓക്കെ, സോ ഇവിടെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ Q1 എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. എന്ത് ചെയ്താൽ മതി, യൂണിയൻ ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻസ് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്തായിട്ട് വരും, ഡെൽ വിത്തിൻ കേർലി ബ്രാക്കറ്റ് Q0, Q1. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് വേണം സ്റ്റേറ്റ്സ് എഴുതാനായിട്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, നൗ സീ, ഇപ്പോൾ നമ്മൾ എവിടം വരെ എത്തിയേക്കുന്നത്, ഇപ്പോൾ നമ്മൾ തിയറത്തിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലേ. ഈ ഒരു ഡെഫിനേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഡെൽ ഡാഷ് ഓഫ് P0, Py, P1 എക്സെട്ര അപ് ടു Pj, A is equal to R0, R1 എക്സെട്ര അപ് ടു Rk if and only if what, P0, P1 എക്സെട്ര അപ് ടു A is equal to R0, ഇതുണ്ടോ, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഡെൽ ഡാഷ് ഓഫ് ഇങ്ങനൊരു സ്റ്റേറ്റ് A എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ സെറ്റ് ഓഫ് റിസൾട്ട് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടുന്നത്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെ തന്നെയുള്ള കുറേ സ്റ്റേറ്റുകൾ എവിടെ ഉണ്ടായിരിക്കണം, NFAയിൽ ഉണ്ടായിരിക്കണം. ആ സ്റ്റേറ്റുകളിൽ A എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം കിട്ടിയിട്ടുണ്ടാവുന്നത്, ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ NFAയിൽ കിട്ടിയാൽ മാത്രമാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, DFAയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് മീൻസ് വാട്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ പറഞ്ഞേക്കുന്ന കാര്യം സംഭവിച്ചാൽ മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കാര്യം സംഭവിക്കുകയുള്ളൂ. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇങ്ങനൊരു NFA ഉണ്ട്,
എന്നാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ പറയുന്ന ഇങ്ങനെ ഒരു DFAയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. സോ നെക്സ്റ്റ് ഇനി നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യമാണ് എഫ് ഡാഷ്. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഓൾ സബ്സെറ്റ് ഓഫ് Q വിച്ച് കണ്ടെയ്ൻസ് an element of F. കണ്ടെയ്ൻസ് എലമെൻറ്റ് ഓഫ് F. അതാണ് എഫ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിൻ്റെ എഫ് ഡാഷ് മീൻസ് വാട്ട്, ഫൈനൽ സ്റ്റേറ്റ് ഓഫ് DFA. ഫൈനൽ സ്റ്റേറ്റ് ഓഫ് DFA എന്ന് വെച്ചാൽ ഓൾ സബ്സെറ്റ്സ് ഓഫ് Q വിച്ച് കണ്ടെയ്ൻസ് an element of F. എഫിലെ എലമെൻ്റ് ഉള്ള എല്ലാ ക്യൂകളെയും ഞാൻ എന്തായിട്ട് മാറ്റും, ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് മാറ്റും അല്ലേ. അതാ പറഞ്ഞത് ഓൾ സബ്സെറ്റ് ഓഫ് Q വിച്ച് കണ്ടെയ്ൻസ് എൻ എലമെൻറ്റ് ഓഫ് എഫ്. എഫ് മീൻസ് വാട്ട്, NFAയിലെ ഫൈനൽ സ്റ്റേറ്റിനെയാണ് എഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ നമ്മളിവിടെ പറയുന്നത് NFAയിൽ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ഇരുന്ന എല്ലാ സ്റ്റേറ്റിനെയും ഞാൻ DFAയിൽ എന്ത് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വയ്ക്കും അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ് എവിടെയൊക്കെ പ്രസൻ്റ് ആണോ അവിടെയൊക്കെ DFAനെ ഞാൻ എന്താക്കും, ഫൈനൽ സ്റ്റേറ്റ് ആക്കും. സി ഇൻ ദിസ് എക്സാമ്പിൾ, എൻ്റെ NFAയിലെ ഫൈനൽ സ്റ്റേറ്റ് ഏതാ, Q2 ആണ് അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, Q2 മെമ്പറായിട്ട് വരുന്ന എല്ലാ സ്റ്റേറ്റിനെയും ഞാൻ എന്താക്കി, ഫൈനൽ സ്റ്റേറ്റ് ആക്കിയത്. ഇവിടെ Q2 വരുന്നുണ്ട്, ഇവിടെ Q2 ഒരു മെമ്പറാണ്, ഇവിടെ Q2 ഒരു മെമ്പറാണ്. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇവിടെ Q2 മെമ്പറാണ്. ഇവിടെ Q2 ഉണ്ടോ, ഇല്ല. ഇവിടെ Q2 ഉണ്ടോ, ഇല്ല. ഇവിടെ Q2 ഉണ്ടോ, ഇല്ല. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റിലും എന്തുണ്ട്, Q2 വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റിനെ ഞാൻ എന്തായിട്ട് വെക്കണം, ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് എഫ് ഡാഷ്. എഫ് ഡാഷ് ഇസ് equal to what, all subset of Q which contains an element of F. Now we want to prove that del dash of Q0 dash comma X is equal to Q0, Q1, etc. up to Qi if and only if del of Q0 comma X is equal to Q0, Q1, etc. up to Qi. Consider the string X and applying mathematical induction on the length of X. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ കണ്ടുപിടിച്ച് എന്താണെന്ന് അറിയോ, ഒരു സിമ്പിൾ വന്നാൽ ഉള്ള കേസാണ് നമ്മളിപ്പോൾ ഡെഫിനിഷൻ 1 ഡെഫിനിഷൻ 2 എഴുതിയത്. ഓക്കെ. ഇനി നമ്മൾ ഈ തിയറം വെച്ച് എന്ത് പ്രൂവ് ചെയ്യുമെന്നറിയോ, ഒരു സിമ്പിൾ മാത്രമല്ല, ഒരു സിമ്പിളിന് പകരം ഇവിടെ കണ്ടോ എക്സ് എന്ന് പറയുന്നൊരു വലിയ ഇൻപുട്ട് വന്നാലും ഈ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ. കണ്ട്, ഇതിന് മുമ്പ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് കിടന്ന എന്തായിരുന്നു, സ്മോൾ ലെറ്റർ എ അല്ലേ. സോ എ മീൻസ് വാട്ട്, വി ആർ സേയിങ് അബൌട്ട് എ സിംഗിൾ സിമ്പിൾ. ഓക്കെ. നൗ വി ആർ ട്രൈങ് ടു പ്രൂവ് ദിസ് തിയറം ഫോർ ആൻ എൻറ്റയർ സ്ട്രിങ്. ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സിമ്പിൾ വി ആർ ട്രൈങ് ടു പ്രൂവ് ദ തിയറം ഫോർ ആൻ എൻറ്റയർ സ്ട്രിങ്. ഓക്കെ. സ്ട്രിങ്ങിനെ മൊത്തത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഓക്കെ. സോ ഇവിടെ എന്താ പറയുന്നത്, ഡെൽ ഡാഷ് ഓഫ് DFAയുടെ ഒരു സ്റ്റേറ്റിലേക്ക് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എക്സ് എന്ന് പറയുന്നൊരു സ്ട്രിങ് കൊടുത്താൽ എനിക്ക് ഇങ്ങനെ കുറേ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റണം. ഓക്കെ. എങ്ങനെയാണെങ്കിൽ NFAയിൽ ആ സെയിം സ്റ്റേറ്റിലേക്ക് തന്നെ ആ സെയിം ഇൻപുട്ട് കൊടുത്താൽ ഇങ്ങനെ കുറേ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ then I can move on to these set of states in the case of DFA also. ഓക്കെ. ഇനി നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് കേസിൽ ഞാൻ എങ്ങനെയാണ് എക്സിന് എടുക്കുക, ഇനി എല്ലാം വിത്ത് റെഫറൻസ് ടു എക്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ x is equal to 0, mod x is equal to 0. It means in the base case we are taking the length of the x as 0. Okay. That is x is equal to epsilon. Length of the x 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ കണ്ടൻറ് ഉണ്ടോ, ഇല്ല. ലെങ്ത്ത് ഒരു ഇൻപുട്ടിൻ്റെ ലെങ്ത്ത് 0 ആണെങ്കിൽ പിന്നെ അതിൽ കണ്ടൻറ് ഉണ്ടോ, ഇല്ല. കണ്ടൻറ് 0 ആണെന്നല്ലേ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്കറിയാം, അത് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ എടുത്തപ്പം ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡെൽ ഓഫ് അല്ലെങ്കിൽ ഡെല്ലോ ഡെൽ ഡാഷോ എന്തായാലും കുഴപ്പമില്ല, ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് ഞാനൊരു ഇൻപുട്ട് ഇങ്ങനെ കൊടുത്താൽ അല്ലേ, ഞാനിങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് കുറേ ആൻസേഴ്സ് അതിൻ്റെ ഫൈനലായിട്ട് കിട്ടും അല്ലേ. എങ്ങനെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ, ഇനീഷ്യലി I am giving this input to the initial state. I am showing that the input is given. Consider this is my input. ഇതെൻ്റെ എക്സ് എന്ന്, ഏതെങ്കിലും ഒരു എക്സ് ആണെന്ന് വിചാരിക്കാം. So initially I am giving my x to the initial state Q0 dash.
ഓക്കെ, ഞാൻ എൻ്റെ എക്സ് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ വിചാരിക്കും എന്ത്, ഈ ഇൻപുട്ട് ഫുള്ളി ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 കൊടുത്തതെന്ന്. Okay, there will be an assumption, or you will feel like the entire input is given to the initial state Q0 dash, isn't it? But this is not the case actually. Actually, what is happening? Into the state Q0 dash, we will take the first symbol. First symbol from the extreme left is given to the state Q0. Then the next symbol will given to the next state. അല്ലേ, അങ്ങനെ ഓരോ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഓരോ സിമ്പിൾ കൊടുക്കുന്നത് അല്ലേ. സോ കൺസിഡർ ഇഫ് ദിസ് ഇസ് മൈ DFA. ഏതെങ്കിലും ഒരു DFA ചുമ്മാ ഞാൻ വരയ്ക്കുന്നതാണ്. ചുമ്മാ ഒരു DFA നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, 1 വന്നപ്പോൾ Q1 പോയി. ഫോർ ദ നെക്സ്റ്റ് 1 Q2, ഫോർ ദ നെക്സ്റ്റ് 0 Q3, അങ്ങനെ പോയി എന്ന് വിചാരിക്കുക അല്ലേ. സോ ഹൗ വി ക്യാൻ റൈറ്റ് ദിസ് ഡെൽ ഡാഷ് ഓഫ് Q0 ഡാഷ് 1 1 0 ഗീവ്സ് അല്ലേ. ആദ്യം എന്താ സംഭവിക്കുക, ഡെൽ ഡാഷ് ഓഫ് Q0 ഡാഷ് 1 1 0. പിന്നെ എന്താ സംഭവിക്കും, ഡെൽ ഡാഷ് ഓഫ് ഇത് ഞാൻ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞതാണ്. Q0 dash 1 means what? Q1 അല്ലേ. ഇപ്പോൾ Q1 1 0 gives del dash of Q1 1 means what? Q2 0 gives Q3. ഇങ്ങനെയാണ് എനിക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ. അതെങ്ങനെയാണെന്ന് നോക്കി, ഡെൽ ഡാഷ് ഓഫ് Q0 dash 1 1 0. It means I am giving the entire string 1 1 0 to the initial state. And what is actually happening? Del dash of അല്ലേ. 1 നമ്മൾ 1 1 0 കൊടുക്കുമ്പോൾ ആദ്യം ഏത് 1 എക്സിക്യൂട്ട് ആവുക, എക്സ്ട്രീം ലെഫ്റ്റിലെ 1 ആദ്യം എക്സിക്യൂട്ട് ആവും അല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റ് നമുക്ക് കിട്ടും അല്ലേ. അല്ലെങ്കിൽ ഉള്ള സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്താണെങ്കിലും ഒരു പുതിയ ഒരു കാര്യം അവിടെ സംഭവിക്കും അല്ലേ. എന്നിട്ട് ഇനി ബാക്കിയുള്ളത് ഏതാ, 1 0 അല്ലേ. അപ്പോൾ അതവിടെ എഴുതിയേക്കുന്നത് del dash of Q0 dash 1 1 0 means del dash Q0 1. ആദ്യം Q0 ഡാഷിൽ 1 വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആദ്യം നോക്കും അല്ലേ. സോ del dash of Q0 dash 1 ഇനി ബാക്കിയുള്ളത് എന്താ, 1 0. ഈ 2 1 0 എക്സ്ട്രീം ലെഫ്റ്റിലെ 1 ഞാൻ എടുത്തു. ഇനി ബാക്കിയുള്ളത് എന്താ, ഈ 1 ഈ 0 അല്ലേ. അപ്പോൾ ആ ബാക്കിയുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, 1 0. ഇനി നോക്കിയേ, del dash of Q0 dash 1. Q0യിൽ 1 വന്നപ്പോൾ എന്താ സംഭവിച്ചത്, I will move on to the state Q1 അല്ലേ. സോ del dash of Q0 dash 1 will be changed to what, Q1 അല്ലേ. Q0യിൽ 1 വന്നപ്പോൾ എന്താ സംഭവിച്ചത്, Q1 പോയി. അപ്പോൾ Q1 ആയി ഇവിടെ അല്ലേ. ഇനി ഇവിടെ നിന്ന് എന്താ എടുക്കാനുള്ളത്, നെക്സ്റ്റ് 1. സോ I will take the next one. What is the pending symbol, 0. Clear. Gives del dash of Q1 1. What is the answer of Q1 1? What is happening while the occurrence of 1 on the state Q1 for 1 move on to the state Q2, isn't it? So del dash of Q1 1 gives Q2. Then what is the next symbol, what is the rest of the symbol, 0. ഇനി നമുക്ക് വേറെ ഒന്നും ഇല്ല എടുക്കാൻ. അപ്പോൾ ഇറ്റ് ഇസ് ഇനഫ് ടു റൈറ്റ് ഡെൽ ഡാഷ്. പിന്നെ 2 പ്രാവശ്യം ഡെൽ ഡാഷ് വേണ്ട അല്ലേ, ബിക്കോസ് ഇനി 0 മാത്രമേ എടുക്കാനുള്ളൂ. സോ ഡെൽ ഡാഷ് ഓഫ് Q2 0 gives what, Q3. Q2ൽ 0 വന്നപ്പോൾ Q3. Okay, so this is the actual procedure for the evaluation of a string into a machine. Whether if it is an NFA or DFA, whatever be the case, the same thing is happening. Okay, so here in this proof we are trying to prove this theorem for this different types of x. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന x ആണിത്. ഓക്കെ, ഇങ്ങനെ പലതരം എക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിയറം ശരിക്കും പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ. സോ ഇൻ ദ ഫസ്റ്റ് കേസ് വാട്ട് it is saying that in the initial state I am giving a string which is having a length of 0. It means അവിടെ ഒരു എക്സ് ഉണ്ടോ ഇല്ലേ. 0യുടെ ലെങ്ത് ഉള്ളൊരു സ്ട്രിങ്ങാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ ഈ 1 1 0യുടെ സ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, അതല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. സോ ഹൗ വി ക്യാൻ റൈറ്റ് ദിസ്, ദാറ്റ് ഈസ് del dash of Q0 epsilon. Del dash of Q0 epsilon. Del dash of Q0 dash. DFA is dash down. Okay. So supposing that del dash of Q0 dash epsilon. If I am giving a del like this, or if I am giving a del dash like this, what happens? In the initial state I am giving null string or null input or nothing. ഒന്നും ഞാൻ കൊടുക്കുന്നില്ല.
then what will be the output? ഒന്നും സംഭവിക്കില്ല. I will continue in that state itself. So please note, if in a initial state or into a machine, if we are giving a null input, the machine will continue in the initial state itself. നമ്മൾ ഫിസിക്സിലൊക്കെ പറയില്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഇഫ് വി ആർ allowing that object to continue in the rest, what happens? Whether the position of that object will change? No, it will continue in that state itself. ആ റെസ്റ്റിൽ വെക്കുന്ന സ്റ്റേറ്റിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഇൻ ദ ഓട്ടോമേറ്റ ഓൾസോ into a machine, if I am giving a null input, if I am giving a null string epsilon, then the machine won't change the initial state of the machine. It will continue in the initial state itself. It will remain in that first state itself, that is q0 dash. In this case for a DFA, and if you are considering the NFA, the same thing is happening. Okay, in the initial state, if I am giving a null input, the machine will continue in the initial state itself. Okay, so ആ കാര്യമാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. ഇറ്റ് മീൻസ് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 0 മീൻസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇസ് 0. ദെൻ ഓട്ടോമാറ്റിക്കലി എക്സ് ബിക്കംസ് വാട്ട്? എപ്സിലോൺ. ലെങ്ത് 0 ആണെങ്കിൽ പിന്നെ എക്സ് ഉണ്ടോ? ഇല്ല, എക്സ് വിൽ ബി എപ്സിലോൺ. So in the first part, what we will prove? Then del dash of q0 dash comma epsilon is equal to what? q0 dash itself. Okay, is equal to what? q0. Clear? So first part ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഏതാ? q0 എന്നൊരു ആൻസറാണ് എനിക്ക് കിട്ടിയത്. Similarly, what about the second part? Second part goes for the NFA. In NFA also, in the initial state, if I am giving a x, and what is the behavior of x, or how the x looks like? X is a null input. So del of q0 comma epsilon gives what? q0 itself. It will continue in the initial state itself. And we know that in both cases the initial state is the same. രണ്ടിലും q0 തന്നെയല്ലേ ഇനീഷ്യൽ സ്റ്റേറ്റ്, വ്യത്യാസം ഉണ്ടോ? ഇല്ല അല്ലേ? സോ നമ്മളത് DFAയുടെ കേസിൽ എഴുതുമ്പോൾ അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലിടും, NFAയുടെ കേസ് വരുമ്പോൾ അതൊരു കേളി ബ്രാക്കറ്റിലിടും. എനിവേ ദ ആൻസർ വിൽ ബി ദ സെയിം. ഇൻ ദ കേസ് ഓഫ് DFA, for the null input we will continue in q0 itself, and for the NFA also, for the null input we will continue in the initial state itself. കാരണം നമുക്ക് അവിടെ അനങ്ങാൻ പറ്റില്ല, നമുക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മൂവ്മെൻറ്റ് പോസിബിൾ ആവുള്ളൂ അല്ലേ? As far as input is not available, what will be the procedure? We need to continue in the initial state itself. There is no provision to make a movement from the initial state to the next state. Okay, so the theorem is proved for the base case. Base case നമ്മൾ എന്ത് ചെയ്തു? Theorem prove ചെയ്തു. Next comes the induction hypothesis. Okay. Next, induction hypothesis. In the case of induction hypothesis, we need not want to prove the hypothesis. We can just state the facts. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ഹൈപ്പോത്തസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളത് പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞാൽ മതി അങ്ങനെയാണെന്ന്, അത് സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുക, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇപ്പം നമ്മൾ വെട്ടം വരുമ്പോഴേക്കും രാവിലെയാണെന്ന് പറയുവാണ് അല്ലേ, അപ്പോൾ നമ്മൾ പിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല, വെട്ടം വന്നാൽ അത് രാവിലെ ആയി എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, കൺസിഡർ എ സ്ട്രിങ് y. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഹൈപ്പോത്തസിസ് വി ആർ ടേക്കിംഗ് a string y instead of x. Okay, so if I am taking a string y where y is equal, or mod y is equal to what? n. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എടുത്തത്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? എക്സിന് പകരം വൈ എടുക്കുവാണ്. ഇനി വൈയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ദ ലെങ്ത് ഓഫ് ദ വൈ ഇസ് n എന്ന് വെച്ചാൽ എക്സിൻ്റെ ലെങ്ത് എന്തായിരുന്നു? 0 ആയിരുന്നു, എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് വൈ, ഇറ്റ് ഇസ് എ സ്ട്രിങ് വിച്ച് ഇസ് ഹാവിങ് എ ലെങ്ത് n ലെങ്ത് ഉള്ളൊരു സ്ട്രിങ് ആണ് വൈ എന്ന് വിചാരിക്കുക. n ലെങ്ത് മീൻസ് വാട്ട്? It can be 1, it can be 2, it can be 3, it can be 6, it can be 5, it can be 1000, etc. Anyway, നമ്മൾ ഇവിടെ എടുത്തൊരു എക്സാമ്പിൾ ഇല്ലേ, ഇതിപ്പോൾ ഒരു y ആണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് വാട്ട്? ദ സ്ട്രിങ് ഇസ് ഹാവിങ് എ ഡെഫിനിറ്റ് ലെങ്ത് അല്ലേ, നമുക്ക് പറയാനൊരു ലെങ്ത് അവിടെ ഉണ്ട് അല്ലേ. ഇവിടുത്തെ ലെങ്ത് എത്ര? 3. ക്ലിയർ? അപ്പോൾ അത് തന്നെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇഫ് ഐ എം കൺസിഡറിങ് എ സ്ട്രിങ് y വിത്ത് n ലെങ്ത്, then assume that the theorem is true. കണ്ടോ, ഇവിടെ നമ്മളങ്ങ് അസ്യൂം ചെയ്യുക, നമ്മൾ പ്രത്യേകിച്ച് പ്രൂവ് ഒന്നും ചെയ്യുന്നില്ല ഇതിന് വേണ്ടിയിട്ടല്ലേ. തിയറം ട്രൂ ആണ്, തിയറം ഇതിനു വേണ്ടി സത്യമാണെന്ന് നമ്മളങ്ങ് പറയുവാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താ പറയുന്നത് നോക്കി, ഡെൽ ഡാഷ് ഓഫ് q0 ഡാഷ് കോമ y ഈസ് ഈക്വൽ ടു p0 p1 എക്സെട്ര അപ് ടു pj ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെൽ ഓഫ് q0 കോമ y ഈസ് ഈക്വൽ ടു p0 p1 എക്സെട്ര അപ് ടു pj. അല്ല, ഇവിടെ നമ്മൾ എന്താ പറയുന്നത് നോക്കി, ഇൻ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് DFA, ഇഫ് ഐ എം ഗിവിങ് എ സ്ട്രിങ് ലൈക്ക് y വിച്ച് ഇസ് ഹാവിങ് എ ലെങ്ത് n. Okay, if I am giving a string y with a length n, then in the DFA I will get a set of states like p0 p1 etc up to pj if and only if. എങ്ങനെയാണെങ്കിൽ if and only if
If the same string y is given to the initial state of NFA, then in NFA also we will get a set of state P0, P1, etc. up to Pj. അല്ലേ? ഇതേ നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ് ആ പറയുന്നത് അല്ലേ? DFA ഇപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു DFA ആണ്. ഇപ്പോൾ സപ്പോസ് ഇത് NFA ആണെന്ന് വിചാരിക്കും. സോ ഇൻ ദ NFA if I am giving the string 110, it means y, it means a string of length n. അങ്ങനെ ഒരു സ്ട്രിങ് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയാൽ ഫൈനലായിട്ട് ഇങ്ങനെ കുറേ സ്റ്റേറ്റുകൾ കിട്ടിയാൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ 110 എന്ന് കൊടുത്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര സ്റ്റെപ്സ് അവിടെ സംഭവിച്ചു. ഐ എം ഗെറ്റിംഗ് Q1, Q2, Q3. ദെൻ ഇതൊരു NFA ആയിരുന്നെങ്കിൽ ദെൻ ഇൻ DFA ഓൾസോ ഐ വിൽ ബി ഗെറ്റിംഗ് ദീസ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ കാര്യം നമ്മൾ ഹൈപ്പോത്തസിൽ നമ്മൾ ചുമ്മാ അങ്ങ് പറയുവാണ്, നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളത് പിന്നെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ കംസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇൻഡക്ഷൻ സ്റ്റെപ്പ്. ഇൻഡക്ഷൻ സ്റ്റെപ്പ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓൾവേസ് ദ ബേസ് സ്റ്റെപ്പ് ആൻഡ് ഇൻഡക്ഷൻ സ്റ്റെപ്സ് ടു ബി പ്രൂവ്ഡ്, but the induction hypothesis need not to be proved. Okay, so in the induction step what is happening? Consider a string x where mod x is equal to n plus 1. So x is equal to ya. Okay, now we are going to consider another string in which it is having a length n plus 1. Okay, n plus 1. നമുക്കറിയില്ലേ ഹൈപ്പോത്തസിൽ n എത്ര എടുത്തതെന്ന് അറിയില്ല അല്ലേ? n എന്ത് വേണമെങ്കിലും ആകാം അല്ലേ? സോ ഇഫ് ഐ എം ടേക്കിംഗ് n as 2, in the induction step I will consider a new x with the length n plus 1. It means 2 plus 1. ഓക്കെ, നിങ്ങൾക്ക് ഏത് സ്ട്രിങ് വേണമെങ്കിലും എടുക്കാം അല്ലേ? നിങ്ങളിപ്പോൾ ഒരു 5 ലെങ്ത് ഉള്ളതിനെ y ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ദെൻ ഇൻ ദി ഇൻഡക്ഷൻ സ്റ്റെപ്പ് വി വിൽ ടേക്ക് വാട്ട്? n plus 1. 5 ലെങ്ത് ഉള്ളതിൻ്റെ കൂടെ ഒരു ലെങ്ത്തോടെ കൂട്ടി 6 ഉള്ളതിനായിരിക്കും നമ്മൾ എവിടെ കാണുന്നത്? ഇൻഡക്ഷനിൽ കാണുന്നത്. എനിവേ if the length of the string is getting increased, nothing is happening in the state ചേഞ്ച്. അവിടെ ഒരു ഡിഫറൻസ് വരില്ല അല്ലേ? ഇപ്പോൾ എത്ര ലെങ്ത്തുള്ള ഇൻപുട്ട് ആണെങ്കിലും സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ ഒരുപോലെ തന്നെയാണ് സംഭവിക്കുള്ളൂ. ഓക്കെ ഓക്കെ, സോ ഹൗ വി ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എ. ഈ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. സോ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു n+1 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു n+1 എന്ന് വെച്ചാൽ n ലെങ്ത്തും പിന്നെ ഒരു 1 ലെങ്ത്തും കൂടെ ഒരു സ്ട്രിങ് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓർ ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ് വി നോ ദാറ്റ് n ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ ഞാൻ കൊടുത്ത പേരെന്താന്ന് നോക്കി? y അല്ലേ? അങ്ങനെയാണെങ്കിൽ n+1 ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ എനിക്ക് y a എന്ന് എഴുതിക്കൂടെ? n ലെങ്ത് ഉള്ളതിൽ y എന്നാണ് ആ സ്ട്രിങ്ങിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ n+1 എന്ന് പറയുമ്പോൾ വൈയുടെ കൂടെ ഒരു സിമ്പിളോടല്ലേ കൂടുള്ളൂ അല്ലേ? സോ ഇൻ ദിസ് കേസ് ഐ ക്യാൻ സേ ദാറ്റ് x ഇസ് ഈക്വൽ ടു വാട്ട്? y മീൻസ് n ലെങ്ത് സ്ട്രിങ്, ya means n+1 length string. Okay, so ya. Now I am going to prove the first part. Del dash of q0 dash comma x is equal to what? Del dash of q0 dash comma ya. In place of x what is there? Ya അല്ലേ? ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമുക്കറിയാം എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെ ഒരു സ്ട്രിങ് ഇവിടെ കിടന്നാൽ നമ്മളിത് മൊത്തത്തിൽ എടുത്തങ്ങ് പ്രൂവ് ചെയ്യുമല്ല അല്ലേ? എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പോകണം അല്ലേ? ലാസ്റ്റാണ് നമ്മൾ റൈറ്റിലെ സിമ്പിൾ എടുക്കുകയുള്ളൂ അല്ലേ? ഇത് ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ y എന്ന് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ ഈ 1 ആണ് y എന്ന് വെച്ചാൽ ഈ 0 ആണെന്ത്? a. Clear? And how we are performing this operation? Initially I will solve this y, then only I will move on to the symbol a അല്ലേ? ആദ്യം y അല്ലേ സോൾവ് ചെയ്തത്? ആദ്യം 1 എടുത്തു, പിന്നെ രണ്ടാമത്തെ 1 എടുത്തു, എന്നിട്ടാണ് ഞാൻ 0യിലേക്ക് പോയുള്ളൂ. ഇറ്റ് മീൻസ് ഇനീഷ്യലി ഐ വിൽ സോൾവ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്ട്രിങ്, then only I will move on to the second part of the string. Clear? അപ്പോൾ ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത്. So how we can write del dash of q0 dash comma x is equal to del dash of q0 dash comma ya. How it is proved? Del dash of q0 dash comma y comma a. ആദ്യം ഈ q0 ഡാഷിലേക്ക് y കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? എയിന് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഫസ്റ്റ് പാർട്ട് അല്ലേ? DFAയിൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ NFAയിലാണെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, NFAയിലാണെങ്കിലും ദ സെയിം തിങ് ഇസ് ഹാപ്പനിങ് ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഇപ്പോൾ നമ്മൾ DFAയുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ദ ഫസ്റ്റ് പാർട്ട്. ഡെൽ ഡാഷ് ഓഫ് q0 ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽ ഡാഷ് ഓഫ് q0 ഡാഷ് കോമ ya. ഓക്കെ, ദെൻ ഹൗ വി ക്യാൻ റീപ്ലേസ് ദി സ്റ്റേറ്റ്മെൻറ്റ്? ഡെൽ ഡാഷ് ഓഫ് q0 ഡാഷ് കോമ y കോമ a. ഈ എനെ മാത്രമായിട്ട് ഒറ്റയ്ക്ക് മാറ്റി എഴുതാം. ഇനി നമുക്കിവിടെ കുറച്ച് റീപ്ലേസ്മെൻ്റ് ഒക്കെ നടത്താൻ പറ്റും അല്ലേ? വാട്ട് ഇസ് del dash of q0 dash comma y? ബൈ ഡെഫിനിഷൻ നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് del dash of q0 dash comma y? In the definition we have
written like what? Definition in the induction hypothesis. In induction hypothesis, it is written that del dash of q0 dash comma y is equal to what? P0, P1, etc. up to Pj. About del dash of q0 dash comma y in ever kandali with which replace yellow. I can replace the entire thing with this right hand side. Okay. So del dash of q0 dash comma y is replaced with what? P0 comma P1 etc. up to Pj comma a. Already a ഇവിടെ ലാസ്റ്റ് കിടക്കുന്നുണ്ടല്ലോ. ആ എ ഇവിടെ എഴുതിയേക്കുന്നു. Okay, then by definition we know that del dash of P0 comma P1 etc. up to Pj comma a is equal to what? R0 R1 etc. up to Rk. അത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതുണ്ടോ? del dash of P0 1 second. Del dash of P0 comma P1 etc. up to Pj comma a is equal to what? R0 comma R1 etc. up to Rk. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. So that is happening over here. So del dash of P0 comma P1 etc. up to Pj comma a is equal to what? R0 R1 etc. up to Rk. Clear? So this is the case for DFA. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ DFAക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. അങ്ങനെയാണെങ്കിൽ NFAക്കും എന്ത് തന്നെ കിട്ടണം? ചെയ്ത് കഴിയുമ്പോൾ NFAക്കും R0, R1 etc. up to Rk എന്ന് കിട്ടണം. Okay, we will check whether it is getting. Okay, so in the second part what we are going to prove? Del of NFA ആയതുകൊണ്ട് del dash ഇടില്ലല്ലോ, del എന്നല്ലേ ഇടുള്ളൂ. So del of q0 comma x. Here also x is the same. x എന്താ? ya തന്നെ. So we know that del of q0 comma y comma a. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം DFAയുടെ അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ, ഡാഷ് ഇടൂല എന്ന് മാത്രം. ഓക്കെ, so del of q0 comma y comma a. How we can replace this q0 comma y? ഇവിടെ നമ്മളുണ്ട്, ഓൾറെഡി ഹൈപ്പോത്തസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? ഹൈപ്പോത്തസിൽ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? q0 ഡാഷ് DFAയിൽ y കൊടുത്താൽ ഇങ്ങനെ കിട്ടും, ഇഫ് ആൻഡ് ഓൺലി ഇഫ് NFAയിൽ y കൊടുത്താൽ ഇങ്ങനെ കിട്ടുമെങ്കിൽ അല്ലേ? സോ del of q0 comma y can be replaced by what? P0, P1 etc. up to Pj. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. So del of q0 comma y can be replaced by P0, P1 etc. up to Pj within curly brackets because it is for NFA. So del of P0, P1 etc. up to Pj comma a. ഇനി ഈ ഡെൽ, ഈ പുറത്ത് എഴുതിയേക്കുന്ന ഡെല്ലാണ് എഴുതിയേക്കുന്നത്, ഈ എ ആണ് ഈ എഴുതിയേക്കുന്നത്. ഈ del of q0 comma y is completely replaced with P0, P1 etc. up to Pj. ഓക്കെ, ദെൻ ഇങ്ങനൊരു കാര്യം നമ്മൾ ഡെഫിനിഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. del of P0 comma P1 etc. up to Pj comma a. What is the answer for that? By definition we know that del of P0 comma P1 etc. up to Pj comma a is equal to what? R0 comma R1 etc. up to Rk within curly bracket. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആ കാര്യം ഇവിടെ നമുക്ക് എവിടെ റീപ്ലേസ് ചെയ്യാം? ഇവിടെ റീപ്ലേസ് ചെയ്യാം. എനി ഹൗ ദ ആൻസർ ഇസ് R0 comma R1 comma etc. up to Rk. This is inserted in curly bracket and here it is inserted in square bracket. Anyway the answer is the same. രണ്ടിൻ്റെയും കിട്ടിയ റിസൾട്ട് സെയിം അല്ലേ? എന്ന് വെച്ചാൽ ഒരു മെഷീനിലേക്ക് n+1 ലെങ്ത് ഉള്ള ഇൻപുട്ട് കൊടുത്താൽ NFAയിൽ കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടുള്ളൂ, DFAയിൽ കിട്ടുള്ളൂ. സോ ദിസ് ഇസ് ദ പ്രൂഫ് ഫോർ equivalence of NFA and DFA. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പോട് കൂടിയാണ് പ്രൂഫ് അവസാനിക്കുന്നത്. ഓക്കെ.